ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളിവിടെ ഫ്രീ ഫയറിൻ്റെ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ എനിക്കിനി ഒറ്റ എക്സാമും കൂടി ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീഡിയോ ഇടുന്ന പോലെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് 27-ാം തീയതി നമ്മൾ ഇന്നൊരു CS-ൻ്റെ റാങ്ക് പുഷിങ് വീഡിയോ ആണ്. എനിക്കിപ്പം നമ്മുടെ ഗോൾഡ് 2 ആണുള്ളത്. അപ്പം ഗോൾഡ് 2 4 സ്റ്റാർ ഉണ്ടെങ്കിലും നമുക്കത് 5 സ്റ്റാറെങ്കിലും ഒക്കെ ആക്കണം. ഗോൾഡ് 3 എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം ഗൈസ്. അപ്പം ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം 5K ആണ് ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കുക. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ മാച്ച് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നൈസായിട്ട് പോയി മാക്സിമം റാങ്ക് പുഷ് ചെയ്യാൻ നോക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. ഈ സ്ഥലം, അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയണം. അപ്പോൾ ഞാൻ ക്ലൂ ആയിട്ട് ആ ഒരു ഐറ്റം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ UID കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കളിച്ചിട്ട് അവരുടെ വീഡിയോയും കൂടി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഞാൻ റെഡ് കയറ്റിയിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നൈസായിട്ട് എങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. നിങ്ങൾ കണ്ടല്ലോ, ഒരു റെഡ് കയറ്റി നിങ്ങൾ കണ്ടെന്ന് ഞാൻ തോന്നുന്നു. നടക്കും തോന്നുന്നില്ല. ജസ്റ്റ് മിസ്സിന് ഒരു റെഡ് കൂടി കയറ്റേണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് മിസ്സിനാവും. നമ്മളങ്ങനെ നൈസായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റിവഞ്ച് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കണം. ഇതിൽ നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ പോകുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഈ ഒരു സാന്റിനോൻ്റെ കളി ഒന്ന് കാണാം. ചെക്കൻ പ്രോ ആണ്. ചെക്കൻ നൈസായിട്ടൊരു നോക്കാൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പം അത് നോക്കാൻ കില്ലുമായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ കൂടി തീർക്കുകയാണെങ്കിൽ 1-0 ആയിരിക്കും. ഇത് ആ ഒരു നോക്കൂടി ചെക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു എനിമിയാണോ 2 എനിമിയാണോ ഇനിയുള്ളത്? നമ്മളോട് ഒരു എനിമി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 2 പേരെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ല. നമുക്കത് നോക്കി നോക്കാം. ഇപ്പം നമ്മളടിച്ച എനിമീനാണ് ഇപ്പോൾ ഇവനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. നോക്കി നോക്കാം. അപ്പോൾ നേരത്തെ കില്ല് അവനങ്ങനെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു എനിമീനെ കൂടി ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഈ കളി തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ്, അങ്ങനെ ആ ഒരു മാച്ച് ഇവിടെ തീർന്നിട്ടുണ്ട്. 1-0 ആക്കിയിട്ടുണ്ട് നമ്മുടെ ചെക്കന്മാർ. പിന്നെ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് റൗണ്ടിൽ ഗൺ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തൽക്കാലം മാഗ് എടുക്കുന്നില്ല. പകരം നമ്മുടെ തോപ്സണാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി തോപ്സൺ വെച്ചിട്ടുള്ള പരിപാടി നടത്തി നോക്കാം. ഈ കളിയെങ്കിൽ എനിക്ക് നൈസായിട്ട് എങ്ങനെയും പിടിക്കാൻ നോക്കണം ഗൈസ്. എന്നാലേ നമുക്ക് ഈ കളി നമ്മളൊരു ഇതാവാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പം മാക്സിമം ലൈക്ക് ചെയ്ത് പവർ ചെയ്യുക. എന്നാലേ ഞാൻ നിങ്ങൾക്കൊരു എന്താ പറയുക കില്ലെടുത്ത് തരും. എൻ്റെ സെറ്റിങ്സിന് ചെറിയൊരു എന്തോ ഒരു സംഭവം പോലെ തോന്നി. അപ്പം അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് നീക്കി വെക്കണം ആ ചാടേണ്ടത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിത് അങ്ങനെ പരിപാടിയൊക്കെ തോന്നുന്നു. നമുക്ക് നേരെ പോയിട്ട് ഞങ്ങൾ മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കണം. നമ്മുടെ ചെക്കനോടെ പടമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിന്നെ തീർക്കാൻ പറ്റില്ല നമുക്ക് നോക്കണം. ഇത് അവിടെ 2 പേരുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വിഷയം. നമുക്ക് ഇതിലൊന്ന് പോയി നോക്കി നോക്കാം. അഥവാ എനിമീനെ കില്ല് ചെയ്യാൻ പറ്റിയെങ്കിൽ ലാഭം എന്ന് വിചാരിക്കും. ഞാൻ ഏകദേശം നമ്മൾ ബാക്കിലൂടെ പോയി തന്നെയാണ് അടിക്കാന്ന്. പക്ഷേ ഇവിടെ ഒരു എനിമി ഇല്ല. ഇവിടെ നോക്ക് എനിമി ഉണ്ട്. നമുക്ക് നൈസായിട്ട് ഇടിച്ചു കൊല്ലാം. ഏതായാലും ഇവിടം വരെ വന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ അവനും കൂടി തീർത്ത് 2-0 ഒക്കെ ഉണ്ട്. എന്താ ഭാഗ്യത്തിന് നമ്മൾ ഈ കളി ചത്തിട്ടില്ലേ. ഞാൻ പ്രോയാന്ന് പറയുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രോ അല്ലെന്ന് പറയുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടോട്ടു. അപ്പോൾ നമ്മൾ ഈ ഒരു കളിയിൽ നമ്മുടെ M10 ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ ഫ്രീ ഫയറിൽ നിങ്ങൾ എന്ത് ചലഞ്ച് വേണം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചലഞ്ച് ചെയ്യുന്നതായിരിക്കും മാക്സിമം. അതുപോലെ മാക്സിമം എല്ലാവരും വേറെ ഗെയിം കളിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻ്റെ സബ്സ്ക്രൈബർ മച്ചാൻ ഏതൊരു വീഡിയോയ്ക്ക് അത് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മെറ്റൽ ഹൊറർ ഗെയിം കളിക്കുമെന്ന്. മെറ്റൽ ഹൊറർ ഗെയിം കളിക്കുമെന്ന്. അപ്പം ബ്രോ ക്ഷമിക്കേണ്ട ബ്രോ, നമ്മളെന്തായാലും കളിക്കുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഒരു കളി ജസ്റ്റ് ഒന്ന് പിടിക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. ഈ സെക്കൻഡ് ആയിരിക്കുന്ന ഈ ഒരു തോക്ക ഏതാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ വന്നായിരുന്നു. നമ്മുടെ ഇതിലല്ല, വെപ്പൺ റോയലല്ല, വേറൊരെണ്ണത്തിനകത്താണ്. അപ്പം അതേതാ ഗണ്ണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് 3-ാം നമ്പർ നൈസായിട്ട് നോക്കി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എനിമി വന്നു. നമുക്ക് നൈസായിട്ടൊരു കാര്യം ചെയ്യാം, ഒളിച്ച് നിന്ന് ഒരടി അങ്ങ് അവന് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ കുത്തിയിരിക്കാം. ഇത് അതിനകത്ത് വരുത്താൻ നോക്കായിട്ട് നൈസായിട്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട്
മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷേ നൈസായിട്ട് ചെക്കനെ നമ്മൾ നോക്കാക്കിയിട്ടു. പിന്നെ ഇങ്ങനെ ഒന്ന് മെഡിക്കിറ്റ് അടിക്കുക, എന്നിട്ട് വേണം വേണ്ട മെഡിക്കിറ്റ് ഓട്ടോമാറ്റിക് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അവനിപ്പം മറ്റവൻ പൊക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും അവനെ ഫിനിഷ് ചെയ്യണം. അത് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നൈസായിട്ട് അവനെ ഫിനിഷ് ചെയ്യാൻ ഞാൻ ഇവിടുന്ന് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല, എന്നാലും ഞാൻ അവനെ നൈസായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവനോട് കിടന്ന് മെഡിക്കൂ ഗൈസ് എൻ്റെ ചെറിയൊരു മിസ്റ്റേക്കും കൂടി കാരണമാണ്. നമ്മളെ ചെക്കൻ നോക്കിയതാണ്, പക്ഷെ അവന് കിട്ടിയില്ല. സാരല്ലേ, നമുക്ക് നെക്സ്റ്റ് റൗണ്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. 2-1 അങ്ങനെ ഇപ്പോൾ റൗണ്ട് 4 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പം ഞാൻ ഏത് കണ്ണെടുക്കുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. നമുക്ക് തൽക്കാലം MP40 എടുക്കാം. SKS എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ SKS എടുക്കുകയാണെങ്കിൽ എനിക്ക് SKS പോലത്തെ ഗണ്ണ് ഇങ്ങനെ ഇതുപോലെ CS-ലൊന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് BR-ലോ ബാറ്റർ റോയലിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള ഗെയിംസിൽ മാത്രമേ ഇഷ്ടമുള്ളൂ. ഗെയിംസിൽ ഓപ്പൺ ആയിട്ടുള്ള എന്താ പറയുക ഈ സെറ്റിൽ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇതിലൊന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ നമ്മൾ ഈ കേജിൽ അടച്ചിട്ടിട്ട് വരും ഇതില്ലേ, അതിലൊന്നും എനിക്ക് ഇഷ്ടമല്ല. ലോൺ വോൾഫ്, CS, ക്ലാഷ് സ്ക്വാഡ് അങ്ങനത്തെ ഇതിലൊന്നും എനിക്ക് SKS എടുത്ത് കളിക്കാൻ ഇഷ്ടമല്ല. എന്നെ നൈസായിട്ട് ആരോ അടിക്കുന്നുണ്ട്. നൈസായിട്ട് ഇവിടെ ഇരുന്ന് മെഡിക്കറ്റ് അടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളടിച്ച എനിമീനെ നമുക്കൊന്ന് റിവെഞ്ച് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കയറി ചെന്നപ്പോൾ എന്ത് സംഭവിക്കും, കയറി ചെന്നപ്പോഴത്തേക്ക് എന്നെ ഏതോ ഒരുത്തൻ നോക്കാക്കിയിട്ടു. ഞാനിത് ഹെൽപ്പൊക്കെ ചോദിച്ച് താഴേക്ക് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം താഴെ അങ്ങനെ എനിമിണ്ടായി ഞാൻ തീരും, എന്നാലും സീനിൽ താഴെ എടുത്ത് നമ്മുടെ ടീമേറ്റ് ഇവിടെ ഉണ്ട്. പുള്ളിയുടെ അടുത്ത് സഹായം ചോദിച്ച് അങ്ങോട്ട് പോവാം. ഞാൻ അവൻ്റെ അടുത്ത് പോകുമ്പോൾ നൈസായിട്ട് അവരുടെ ടീമിലെ ഒരുത്തൻ വന്ന് എന്നെ പടമാക്കി ഗൈസ്. അവൻ കണ്ടില്ലെന്ന് തോന്നുന്നു, അവനങ്ങോട്ട് പോയി. ഏതായാലും നമുക്ക് 1-ാം നമ്പറിൻ്റെ കളിയും കൂടി ഒന്ന് കണ്ടേക്കാം. ഇവനവിടെ കിടന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തവൻ എന്നെ പോലെ തന്നെയാണ്, ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി അവിടെ കിടക്കുന്നുണ്ട് നോക്കായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇവനും ഫിനിഷ് ആവുന്നു. അപ്പം മറ്റവരവിടെ നിന്ന് ഭയങ്കര അടിയാണ്, നിങ്ങൾക്ക് താഴെ കാണാമല്ലോ അല്ലേ. അങ്ങനെ സോൺ അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ ആര് കളി ജയിക്കും എന്ന് നോക്കിയപ്പോൾ ആരും ഇവിടെ ഇപ്പോൾ തൽക്കാലം ജയിക്കുന്നു ഞങ്ങൾ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ ഗൺസിൻ്റെ അടിപൊളി സ്കിൻസോ അല്ലെങ്കിൽ ഇവിടെ ഡയമണ്ടോ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2-2 ആക്കി തന്നിട്ടുണ്ട് ഈ മച്ചാന്മാർ. ഇപ്പം നമുക്ക് 5-ാമത്തെ റൗണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, AWM എടുത്ത് നൈസായിട്ടൊന്ന് പോയി നോക്കാം. സാധാരണ ഞാൻ AWM ഒക്കെ എടുത്തിട്ട് പോകുമ്പം കിട്ടുന്നതാണ്. ഇത്തവണ കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് എന്തായാലും ഞാൻ ജസ്റ്റ് AWM എടുത്തിട്ടൊന്ന് പോയി നോക്കട്ടെ, എന്നാൽ എനിക്കറിയാം. അപ്പോൾ ഗൈസ് ഇത് എന്നെപ്പോലെ ഫ്രണ്ടിൽ പോകുന്ന ഏതൊരുത്തനും ഇതുപോലെ AWM കിങ്ഫിഷർ എടുത്തിട്ട് പോകുന്നുണ്ട്. നമുക്കും അപ്പോൾ പോകാം. ഞാനൊരു കാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് നോക്കോ അതോ കില്ലോ ആവുകയാണ് ഞാൻ ഇവിടെ വെച്ച് ഇത് തീർക്കുന്നത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ മടുത്തു. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഞാൻ എനിമികളുടെ ബോട്ടിൻ്റെ കടി കൊണ്ട് ഞാൻ മടുത്തു ഗൈസ്. നൈസായിട്ട് നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ കിഡ്സ് മീ ഒക്കെ സൈനിങ് ഔട്ട്.